നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോൾസൺ ഏജൻസിയുമായിട്ടുള്ള സകല ഇടപാടുകളും നമ്മൾ അവസാനിപ്പിക്കാനുള്ള കാരണം അപ്പച്ചിക്ക് അറിയാവുന്നതല്ലേ? പണി നടന്നുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗിന്റെ ഒരു ഫ്ലോർ തകർന്നു വീണത് അപ്പച്ചി മറന്നു കാണില്ലെന്നാണ് ഞാൻ കരുതിയത്. അതിനിപ്പോ എന്ത് സംഭവിച്ചു സഞ്ജു പറയുന്നത്? മംഗലശ്ശേരി കൺസ്ട്രക്ഷൻസ് ബാൻ ചെയ്ത ഒരു ഏജൻസിയുമായിട്ട് വീണ്ടും കരാറിലെത്തിയിരിക്കുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് നമുക്കുണ്ടായ നഷ്ടത്തിനും പേരുദോഷത്തിനും കാരണം ഈ പോൾസൺ ഏജൻസിയാണ്. ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് മതി എന്ന ബോർഡ് മീറ്റിംഗ് തീരുമാനം ആരാണ് കാറ്റിപ്പറത്തിയത്? അപ്പച്ചേട്ടനൊരു എക്സ്പ്ലനേഷൻ തരണം. നിന്റെ നാവ് അടപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ലടാ. ദിനേശിനോടൊന്ന് പുറത്തു പോകാൻ പറ സഞ്ജു. അങ്കിൾ എന്തിനു പുറത്തു പോണം? അങ്കിൾ അന്യനൊന്നും അല്ലല്ലോ. ഓക്കെ, എന്ത് എക്സ്പ്ലനേഷനാ ഞാൻ നിനക്ക് തരേണ്ടത്? എന്നോട് എക്സ്പ്ലനേഷൻ ചോദിക്കാനൊന്നും നീ ആയിട്ടില്ല. തൊഴിലാളികളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചൊരു പ്രോബ്ലത്തിന് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഏജൻസിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ MD ആയി വരുന്നതിന് മുൻപേ മംഗലശ്ശേരി ഗ്രൂപ്പുമായി തുടങ്ങിയ ബന്ധം അവർക്ക്. തേർഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഇറക്കിയിട്ട് ഫസ്റ്റ് ക്വാളിറ്റിയുടെ ബില്ല് മാറുന്നതിനെ പറ്റി കൂടി അപ്പച്ചി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അത് തേർഡ് ക്വാളിറ്റി ആണെന്ന് സഞ്ജുവിനോട് ആരാ പറഞ്ഞേ? സഞ്ജു സൈറ്റ് വിസിറ്റ് ചെയ്തോ? ഇല്ലല്ലോ. ദിനേശൻ പറഞ്ഞ അറിവ് വെച്ചിട്ടല്ലേ അക്കൗണ്ട്സ് ഫയൽ വാങ്ങിച്ചിട്ട് സഞ്ജു ഈ അഭിപ്രായം പറഞ്ഞത്? ഞാൻ അവിടെ പോയിട്ടാ വരുന്നത്. ഓ, എന്നോട് ഈ വിവരം പറഞ്ഞത് സൈറ്റ് മാനേജറും തൊഴിലാളികളാണ്. കവിത ഗൗതമിനെ പ്രൊട്ടക്ട് ചെയ്യാനാ നോക്കുന്നത്. ഞാൻ എന്തിനു ഗൗതമിനെ പ്രൊട്ടക്ട് ചെയ്യണം? ദിനേശൻ അതുകൂടി എനിക്ക് പറഞ്ഞു. ദിനേശന്റെ കള്ളക്കളികൾ നടക്കാതെ വന്നപ്പോ തൊഴിലാളികൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്ത് അവരെ വശപ്പെടുത്തിയ ദിനേശൻ നാണം കെട്ട കളി നടത്തുന്നത്. കർക്കശക്കാരനായതുകൊണ്ട് തൊഴിലാളികൾക്ക് ഗൗതത്തിന് താല്പര്യമില്ല. കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ശമ്പളക്കാരൻ മാത്രമാണ് ഗൗതം. ആ ശമ്പളക്കാരന്റെ സർവീസ് ഇനി ഈ കമ്പനിക്ക് വേണ്ട. അയാളുടെ എല്ലാ ഇടപാടുകളും തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ഗൗതമിനെ അപ്പോയിന്റ് ചെയ്തതേ ഞാനാ. അയാൾ ഒരു തരത്തിലുള്ള അഴിമതിയും നടത്തിയതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അയാൾക്കെതിരെയുള്ള നടപടി ഞാൻ എടുത്തോളാം. ഈ വിഷയത്തിൽ സഞ്ജു ഇടപെടണ്ട. എന്താ സഞ്ജുവിന് അതിന് അധികാരമില്ലേ? എന്റെ PA പിരിച്ചുവിടണമെങ്കിൽ അതിന് എന്റെ പെർമിഷൻ വേണം. നീ എന്താ ദിനേശ കരുതിയത്? ഗൗതമിനെ അങ്ങ് ഒഴിവാക്കി വിടാന്നോ? അയാൾ കാണിച്ചതേ ഒന്നാം തരം തട്ടിപ്പാ. ഓഹോ, മംഗലശ്ശേരിക്കാരെ വെട്ടിച്ചും തട്ടിച്ചും നീ ജീവിക്കുന്നുണ്ടല്ലോ. നിന്റെ അതേ സ്ഥാനം ഗൗതമിനും ഇവിടെ ഉണ്ട്. അതോർത്ത് വച്ച നിനക്ക് നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.